ലഹരി മാഫിയക്കെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ പിതാവിന് എന്തെങ്കിലും പേഴ്സണൽ ലൈഫിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്? അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഭീഷണികളോ മറ്റെന്തെങ്കിലും? കൃത്യമായിട്ടുള്ള ഒരു പ്രൂഫ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനില്ല. പക്ഷേ ഇവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളതിന് തന്നെ ഒരു തെളിവാണ് പാലാ പിതാവ് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കുറവലങ്ങാട് സിസ്റ്റേഴ്സ് പത്രസമ്മേളനം വിളിച്ചിട്ട് ചില പ്രകടനങ്ങൾ നടത്തിയായിരുന്നു. അതിൻ്റെ സൂചന എന്താണ്? എനിക്കെതിരെ വഞ്ചി സ്ക്വയറിൽ സമരം വന്നപ്പോൾ ഒരു മതവിഭാഗത്തിലെ ചെറിയ കുട്ടികളെ അവിടെ കൊണ്ടുവരേണ്ട കാര്യം എന്തായിരുന്നു അവരുടെ ഇൻട്രസ്റ്റ്? അപ്പോൾ പോലീസ് അന്വേഷിക്കുന്ന കേസ്, നാളെ കോടതിയിലേക്ക് പോകാനുള്ള കേസ്, അതിൽ മറ്റു ചിലർ പ്രത്യേക താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ അന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കേസിലൊരു പ്രതിയല്ലേ, പ്രതി പറയുന്നത് ആർക്കും കേൾക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാനും നിശബ്ദമായിരുന്നു. പക്ഷേ ഒരു ദൈവം തന്നിട്ടുള്ള ഒരു ദൗത്യം എന്താണെങ്കിലും ആ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. അതാണല്ലോ ഒരു വൈദികൻ്റെയും ഒരു ബിഷപ്പിൻ്റെയും ഒക്കെ ലൈഫ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. അവിടെയൊന്നും പതരാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം വിജയം തരും. ലഹരിക്കെതിരെയുള്ള ഈ സമര പോരാട്ടങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം കാണുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു സംശയവുമില്ല. പക്ഷെ ഞാൻ ആവർത്തിക്കുകയാണ്, യുവാക്കൾ ഇതിന് മുന്നിട്ടിറങ്ങണം. ഇപ്പം നാർക്കോട്ടിക് ജിഹാദ് പരാമർശം പാലാ പിതാവ് നടത്തിയത്, ലവ് ജിഹാദ് അടക്കമുള്ള പരാമർശം നടത്തിയ പാലാ പിതാവിനെ പിന്തുണയ്ക്കുമ്പോൾ പിതാവ് പറഞ്ഞത് കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമായിരുന്നോ? തീർച്ചയായിട്ടും 100% ഞാൻ പിതാവിനെ അനുകൂലിക്കുന്നു. കാരണം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും അതിന് വെർബലൈസ് ചെയ്യാം, അത് വാക്കുകളിലൂടെ പറയുക, അത് പഴയ നിയമം മുതലുള്ള എക്സോഡസ് മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രതിധ്വനിയാണ്. ഇസ്രായേൽക്കാർക്ക് അവിടെ ഈജിപ്തിലുണ്ടായിരുന്ന അടിമത്തത്തിൽ അവർ സഹിച്ചത് വെർബലൈസ് ചെയ്യുകയാണ് മോശ, വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ ജനങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് അത് വെർബലൈസ് ചെയ്യുക എന്നുള്ളത്, അത് ഉറക്കെ വിളിച്ചു പറയുക എന്നുള്ളത് ഒരു ഇടയൻ്റെ ദൗത്യമാണ്. അതുകൊണ്ട് പാലാ പിതാവിനോട് ഞാൻ 100% യോജിക്കുന്നു. മാത്രമല്ല ആ ശബ്ദത്തോട് മറ്റുള്ളവരും എല്ലാവരും യോജിക്കണം. ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ മതക്കാരും. ഇവിടെ മതം നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സെമിനറി എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്ന വാക്കാണ്, ഇപ്പോൾ എല്ലാവരും സെമിനറി എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞ പോലെ ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു. ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നു, ആര് പറഞ്ഞാലും അത് ചാരിറ്റി ആയിട്ടും എന്ന് പറഞ്ഞ പോലെ ഇതുപോലെയുള്ള എല്ലാവർക്കും ആരെയും സ്നേഹിക്കാനും വിവാഹബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനൊന്നും ആരും എതിർക്കുന്നില്ല. പക്ഷേ ചതിയിലൂടെ, ഈ ചതിയാണ് നമ്മൾ എതിർക്കുന്നത്. കത്തോലിക്ക സഭ എതിർക്കേണ്ടതും ബാക്കി എല്ലാവരും എതിർക്കേണ്ടത് ഈ ചതിയാണ്. ചതി ചെലുത്താൻ്റെ പരിപാടിയാണ്. ആ ചതിയിൽ നിന്ന് നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താനുള്ള കടമയുണ്ട്. കുട്ടികൾക്ക് പലതും അറിയില്ലല്ലോ, അവർക്ക് നമ്മളല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ, മുതിർന്നവർ പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് അവൻ ചെയ്യുന്നത് ചെയ്യട്ടെ. അപ്പോൾ ബോധവൽക്കരണം എന്ന് പറയുന്നത് എല്ലാവരുടെയും കടമയാണ്, ഗവൺമെൻറ്റിൻ്റെയും കടമയാണ്. അപ്പോൾ അതുകൊണ്ട് പാലാ പിതാവ് പറഞ്ഞത് സമയത്തിൻ്റെ ഒരു ആവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിതാവെ, കേരളത്തിൽ ഇപ്പോൾ ലഹരി മാഫിയ പിടിമുറുക്കുകയാണ്. പഞ്ചാബിൽ പോലും ഒരു കാലത്ത് ലഹരി മാഫിയ പിടിമുറുക്കുകയും ലഹരിക്കെതിരെ പോരാടിയ വൈദികരെയും ബിഷപ്പുമാരെയും അടക്കം ഒരു കാലത്ത് അവരെ ടാർഗറ്റ് ചെയ്യുകയും അവരെ നശിപ്പിക്കാൻ പോലും ശ്രമിച്ചിരുന്നു. എന്താണ് ഈ ഒരു വിഷയത്തിൽ പിതാവിന് പറയാനുള്ളത്? ഏറ്റവും ആദ്യം ലഹരിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ലോകം അറിയാൻ തുടങ്ങിയത് പഞ്ചാബിൽ വെച്ചാണ്. അന്ന് ഞങ്ങൾക്ക് പഞ്ചാബ് ഗവൺമെൻറ്റുമായിട്ട് നല്ല നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ യൂത്ത് മിനിസ്ട്രി വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ അച്ഛന്മാർ എല്ലാ വീടുകളിലും പോയി, എല്ലാ സിസ്റ്റേഴ്സും എല്ലാ വീടുകളിലും പോകുന്ന ഒരു സാഹചര്യം. ഞാൻ അവിടെ ബിഷപ്പായിട്ട് ചെന്നതിന് ശേഷം ഞാനൊരു നിയമം ഉണ്ടാക്കിയായിരുന്നു. എല്ലാ കോൺവെൻറ്റിൽ നിന്നും സിസ്റ്റേഴ്സ് ഒരു ദിവസത്തിൽ 5 ഫാമിലി വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ 123 ഇടവകകളുണ്ട് ഉള്ളതിൽ ഒരു 100 കോൺവെൻറ്റിൽ നിന്ന് സിസ്റ്റേഴ്സ് ഒരു ദിവസം 5 കുടുംബങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 500 കുടുംബങ്ങൾ, 10 ദിവസം കൊണ്ട് 5000. അപ്പോൾ ഒരു മാസം കൊണ്ട് 15000 കുടുംബങ്ങൾ നമ്മുടെ സിസ്റ്റേഴ്സ് തന്നെ വിസിറ്റ് ചെയ്യുമായിരുന്നു. അതിനു പുറമെ അച്ഛന്മാർ, പിന്നെ കാറ്റഗിസ്റ്റ്. അപ്പോൾ ഞങ്ങൾ വളരെ അലേർട്ടായിരുന്നു. നമ്മുടെ കുട്ടികൾ ഇതിൽ പെടുന്നുണ്ടോ, നമ്മുടെ കുട്ടികൾ മയക്കുമരുന്ന് കഴിക്കുന്നില്ലതിനേക്കാൾ കൂടുതൽ ഈ മയക്കുമരുന്ന് എത്തിക്കുന്ന ശൃംഖലയിൽ നമ്മുടെ കുട്ടികൾ ഭാഗമായിരുന്നു എന്നുള്ളത് നമ്മൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ കുട്ടികളിലൂടെ നമുക്ക് കിട്ടുന്ന
ഇൻഫർമേഷൻസ് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് കൈമാറുക. അങ്ങനെ ഇതിൻ്റെ നെറ്റ്വർക്ക് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെയുള്ള ശ്രമങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു. പഞ്ചാബിൽ നവംബർ മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ചയാണ് കത്തീഡ്രൽ ഫീസ്റ്റ്. അന്ന് പഞ്ചാബിൻ്റെ പല ഭാഗത്തു നിന്ന് നശ മുക്ത് പഞ്ചാബ് എന്ന് പറഞ്ഞ റാലികൾ ഞങ്ങൾ പല ഭാഗത്തു നിന്നും കത്തീഡ്രലിലേക്ക് എല്ലാ വർഷത്തിലൊരിക്കൽ വരുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് അന്നത്തെയും ഇപ്പോഴത്തെയും വികാരി ജനറലായ ഫാദർ ഡാനിയൽ ഗിൽ എന്ന് പറഞ്ഞ പഞ്ചാബി അച്ഛനാണ്. ഇപ്പോൾ പുതിയ സംരംഭമാണ് നമ്മുടെ കേരളത്തിൽ കാണുന്നത്. കേരളത്തിൽ ഈ മയക്കുമരുന്നിൻ്റെ അതിപ്രസരം നമുക്ക് ഇമാജിനിങ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കുകയാണ്. കാരണം ലഹരി രുചിച്ചു നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന യുവജനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ. നമ്മുടെ വീടുകളിലുള്ളവരെ പോലും നമുക്ക് ഇപ്പോൾ പേടിയാണ്. കാരണം ചില സമയങ്ങളിൽ അവർ പറയുന്നു ഞങ്ങൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ MDMA എന്നൊക്കെ പറയുന്നത് ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിമയായി കഴിഞ്ഞു. അതിന് മണമില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. സാധാരണ ബ്ലഡ് ടെസ്റ്റിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു മയക്കുമരുന്നിൻ്റെ നീരാളി പിടുത്തത്തിൽ നമ്മുടെ സമൂഹം അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായിട്ടുള്ള ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു ശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലഹരിയുടെ അതിപ്രസരം സമൂഹത്തിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിൽ കുറച്ച് പേര് നിന്നിട്ട് അതില്ല, അത് രാഷ്ട്രീയ പ്രേരിതമാണ്, മതപ്രേരിതമാണ്, ഇതിനൊന്നും നമ്മൾ ചെവി കൊടുക്കരുത്. ഈ ലഹരിയുടെ ഇഷ്യൂവില് മതമില്ല, കാസ്റ്റില്ല, ജാതിയില്ല, ഇതിൽ ആരാ പെടുന്നത് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ലഹരി ഇപ്പോൾ 2000 കോടി ലഹരിയൊക്കെ പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെ എത്തി? അപ്പം അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഇതിനു വേണ്ടി ഇറങ്ങണം. പ്രത്യേകിച്ച് യുവാക്കൾ മുന്നിട്ടിറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യുവാക്കൾ തന്നെ കാരണം അവരുടെ ഇടയിലാണ് ഇത് നടക്കുന്നത്. അവർക്കറിയാം ഇത് ഏതെല്ലാം പദപ്രയോഗങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന്. അതുകൊണ്ട് യുവാക്കൾ തന്നെ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങണം. അതിനുവേണ്ടി സർവ്വതും ഇതൊരു മിഷനായിട്ട്, ഒരു ദൗത്യമായിട്ട് യുവാക്കൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിന് തടയിടാൻ പറ്റും എന്ന് തന്നെയാണ്.